സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലൻ ആദ്യമായിട്ടാണ് ആനന്ദിനെ അടിക്കണേ. അങ്ങനത്തെ ഒരു അവസ്ഥ ആനന്ദ് വരുത്തി വെച്ചിട്ടുണ്ടായില്ല. ആനന്ദിലുണ്ടായിരുന്നൊരു പ്രതീക്ഷയാണ് ശരിക്കും ഇന്ന് കാവ്യവസ്ത്രം അണിഞ്ഞതോടുകൂടി ബാലന് പോയത്. അതുകൊണ്ട് തന്നെയാണ് കരണക്കുറ്റി നോക്കിയൊന്ന് കൊടുക്കുന്നതും. അച്ഛനിൽ നിന്ന് അതൊട്ടും പ്രതീക്ഷിച്ചതും ഇല്ല. എല്ലാവരും ഞെട്ടിപ്പോയി. ദേവമംഗലത്തുള്ളവർക്കൊക്കെ ആകെ അത്ഭുതമായിരുന്നു. ആര്യനെ അടിച്ചാലും ആകാശിനെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആനന്ദിനെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ആനന്ദിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. ആനന്ദ് ഈ വേഷം മാറ്റില്ലെങ്കിൽ ബാലൻ ആത്മഹത്യ ചെയ്യുന്ന വരെയും പറഞ്ഞപ്പോൾ അച്ഛനെ ഏറെ ഇഷ്ടപ്പെടുന്ന ആനന്ദ് വേഗം തന്നെ ആ വസ്ത്രം മാറ്റി മാന്യനായി വരുന്നുണ്ട്. പിന്നീടാണ് മാമന് മനസ്സിലാവുന്നൊരു കാര്യങ്ങൾ. നല്ലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടും ഏത് പെൺകുട്ടീനെ കണ്ടാലും കുഴപ്പമില്ല കുറ്റം പറയാത്ത ആനന്ദ് ഇത് കുറ്റം പറഞ്ഞപ്പോൾ ആനന്ദിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ടാണ് ധർമ്മമാമൻ ചോദിക്കുന്നത് ആനന്ദിനോട്. നല്ലൊരു പെൺകുട്ടിയായിരുന്നല്ലോ, എടാ നിനക്ക് എന്ത് പറ്റി, ആ പെൺകുട്ടിക്ക് എന്ത് കുറ്റമാണുള്ളത്, ഞാൻ നോക്കിയിട്ട് അതിനൊന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല മാമ, കുഴപ്പം എനിക്കാണ്. ഞാൻ ഈ കല്യാണത്തിന് സംബന്ധിച്ച് ഇതുമായി മുന്നോട്ട് പോയി അവിടെ ചെന്ന് ആ പെൺകുട്ടീൻ്റെ വീട്ടുകാരെ കണ്ട് ഇഷ്ടപ്പെട്ടു. കല്യാണം അടുത്ത സ്വപ്നമൊക്കെ കണ്ട് വരുമ്പോഴായിരിക്കുള്ളൂ ഇത് മുടങ്ങണത്. എനിക്ക് ഇനി അങ്ങനത്തെ ഒരു ഇത് വേണ്ട. ഇനി എൻ്റെ മനസ്സിന് വിഷമം തട്ടാൻ പറ്റില്ല എൻ്റെ വീട്ടുകാർക്കായാലും. അതുകൊണ്ട് തന്നെ മാമ ഇനി ഏതൊരു ഐശ്വര്യറായിനെ കൊണ്ടു നിർത്തിയാലും ഞാൻ കുറ്റം പറയും, എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുമെന്ന് പറയും. ധർമ്മമാമന് നമ്മുടെ ആനന്ദിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അളിയനോട് അത് പറഞ്ഞാൽ അളിയൻ അംഗീകരിക്കുകയില്ല. എങ്ങനെയെങ്കിലും കല്യാണം വേണം, കല്യാണം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഇരിക്കിന്. പിന്നീട് കടയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ധർമ്മൻ നമ്മുടെ ബാലനോട് സംഭവിച്ചതൊക്കെ പറയുന്നുണ്ട്. ആനന്ദിനെ ആ പെൺകുട്ടീനെ ഇഷ്ടാവാഞ്ഞിട്ടൊന്നല്ല അളിയ, ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആ പെൺകുട്ടീൻ്റെ ആയിട്ട് കല്യാണം ഉറപ്പിച്ചൊക്കെ വരുമ്പോഴത്തേനും ആരെങ്കിലും മുടക്കില്ലേ, അതവന് താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങൾ വിഷമിക്കുന്നത് അവന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവനത് വേണ്ടാന്ന് പറഞ്ഞത്. ആ പെൺകുട്ടി സത്യത്തിൽ നല്ല പെൺകുട്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബാലന് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും ബാലൻ ആ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ആനന്ദിൻ്റെ അഭിപ്രായം ചോദിക്കാണ്ട് ബാലൻ ആ കല്യാണം തീരുമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും തടസ്സങ്ങളൊന്നും കൂടാതെ ആ കല്യാണം നടക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് മിത്രയുടെ കാര്യങ്ങളിൽ മിത്രയ്ക്ക് ആര്യൻ ഓരോ ദിവസം ചെല്ലുന്തോറും ആര്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പേടി എന്തോ ആരെയോ പേടിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മിത്രയ്ക്ക് എങ്ങനെയെങ്കിലും ആര്യൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കണം എന്ന് നമ്മുടെ മിത്ര ചിന്തിക്കുക. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആര്യനോട് മിത്ര അന്വേഷിക്കുന്നു. എന്താ പറയും, സത്യം പറയും, എന്തിനെങ്ങനെ പേടിക്കുന്നത്, ആരെയെ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും നിവൃത്തിയില്ലാണ്ടായപ്പോൾ നമ്മുടെ മിഥുൻ്റെ കാര്യമൊക്കെ ആര്യം പറയുന്നുണ്ട്. അവൻ നാട്ടിലെത്തിയിട്ടുണ്ട്, അവൻ നിന്നെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മിത്രനെ എത്രയും പെട്ടെന്ന് തന്നെ പഠനത്തിനായിട്ട് പുറത്തേക്ക് വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ തന്നെയാണ് ആര്യൻ്റെ തീരുമാനം എന്ന് മിത്രയ്ക്ക് മനസ്സിലാവും. മിത്രയ്ക്ക് ഇനി വിദേശത്തൊന്നും പോയി പഠിക്കാൻ ആര്യനെ ഇട്ടിട്ട് പോകാനോ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും മിഥുൻ നാട്ടിലെത്തി എന്നറിഞ്ഞതോടുകൂടി തന്നെ ശരിക്കും മിത്ര പേടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ സ്വർണം തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാം. നമ്മുടെ ആര്യനെ അറിയാണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ പോയാൽ പ്രശ്നമാവും എന്നറിയുന്നത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. കൂട്ടുകാരിനായിട്ട് തന്നെ ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ച് കോളേജിലേക്ക് പോകുന്നുണ്ട് മിത്ര.